ഈശ്വംശിയായി സ്തുതിയായിരിക്കട്ടെ. ഒക്ടോബർ മാസത്തിൽ ജപമാല മാസത്തിൽ നമ്മളിന്ന് പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന പ്രാർത്ഥന ജപമാലയോടൊപ്പം കൂട്ടിച്ചേർത്തത് 10-ാം പീയൂസ് മാർപ്പാപ്പയാണ്. നമ്മുടെ എല്ലാ ഭവനങ്ങളിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥന, മനോഹരമായ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇന്നു മുതൽ ജപമാലയുടെ ഓരോ ദശകങ്ങൾ കഴിയുമ്പോഴും പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് എല്ലാവരും കൂട്ടിച്ചേർത്ത് ചെല്ലണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ശത്രുവിൻ്റെ മേലെ വലിയ വിജയം നേടുവാനുള്ള ഒരു ശക്തി ഈ പ്രാർത്ഥനയ്ക്കുണ്ട്. ശത്രുവിൻ്റെ മേലെ വിജയം നേടിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ പ്രാർത്ഥന സഭ ജപമാലയോടൊപ്പം കൂട്ടിച്ചേർത്തതും ജപമാല രാജ്ഞിയുടെ തിരുനാൾ സഭയിൽ ആഘോഷിക്കുവാൻ തുടങ്ങിയതും. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിലും വ്യക്തിപരമായ ജീവിതങ്ങളിലും നമ്മുടെ ജീവിത സാഹചര്യങ്ങളും ഒക്കെ നമുക്കെതിരെ വരുന്ന എല്ലാ ശത്രുവിൻ്റെ മുകളിലും വിജയം നേടുന്നതിന് വേണ്ടി പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ മാധ്യസ്ഥം നമ്മളെ സഹായിക്കും. പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന പ്രാർത്ഥന നമ്മുടെ കുടുംബങ്ങളെ രോഗങ്ങളിൽ നിന്നോ കടബാധ്യതകളിൽ നിന്നോ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന, അലോസരപ്പെടുത്തുന്ന മറ്റെല്ലാ പ്രതിസന്ധികളിൽ നിന്നും കരകയറ്റുവാനും രക്ഷിക്കുവാനുള്ള ശക്തിയുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും മറന്നു പോകാതെ പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ജപമാലയുടെ ഓരോ ദശകങ്ങളും ചെല്ലണം എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.